അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷത്തോടു കൂടിയാട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറില്ല. വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുന്ന തിരക്കിലായിരുന്നു. മുമ്പ് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഓരോ വർക്ക് നടക്കുന്ന സമയത്തും നമ്മൾ ഓരോ വീഡിയോസായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഫൈനലി നമ്മുടെ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിലേക്ക് കയറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തോളമായി നമ്മൾ ഈ വീട്ടിലേക്ക് കയറി താമസിക്കൽ തുടങ്ങിയിട്ട്. നമ്മുടെ വീട് നിൽക്കുന്നത് ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ. വെറും 710 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കുഞ്ഞ് സ്വർഗ്ഗ വീടാണ് കേട്ടോ. വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വീട് അത്യാവശ്യം വലിപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇതേപോലെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ 1-2 ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 710 സ്ക്വയർ ഫീറ്റ് ഒന്നല്ല 1000 1200 ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇത് ശരിക്കും 710 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ കാണുന്നവർക്ക് എന്താ തോന്നുന്നത് അറിയില്ല. ഇനി ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതിന് താഴെ തന്ന് കമൻറ്റ് ഇടുമോ 1000 1800 ഉണ്ടെന്ന് പറയുമെന്ന് അറിയില്ല. വെറും 710 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ചില ആളുകൾക്ക് ചിലപ്പം തോന്നിയാലോ അതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 700 തന്നെ ഉള്ളൂ, 1000 1200 അങ്ങനെ പറഞ്ഞൊരു പൊട്ടന്മാരാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് എങ്ങനെ പോയാൽ നമുക്കിത് 710 സ്ക്വയർ ഫീറ്റിൽ അവസാനിപ്പിക്കാം. ആ വിഷയം അവിടെ പോട്ടെ. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നതാണ് നമ്മളെ ഡൈനിങ് ഹാളാണ്. നമുക്ക് ലിവിങ് ഏരിയ വേറുള്ളതോ ഒന്നുമില്ല, വെറും ഹോള് മാത്രമേ ഉള്ളൂ. ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് തോന്നില്ല ആ ഒരു സ്ഥലം എനിക്ക് ഫേവറേറ്റാണ്, ആ സ്ഥലം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാറ് എന്നൊക്കെ പറയുന്നൊരു ഏരിയ ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ വീടിനകത്ത് അങ്ങനത്തെ ഒരു സ്ഥലമില്ല കേട്ടോ. എനിക്ക് എല്ലാ ഭാഗങ്ങളും എല്ലാ ഏരിയയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് ഇണങ്ങിയൊരു രൂപത്തിലാണ് നമ്മൾ വീടിൻ്റെ പണിയെല്ലാം കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഈ സ്റ്റെയറിൻ്റെ ഈ മോഡലും അതേപോലെ ഈ സ്റ്റെയറിന് കൊടുത്തിട്ടുള്ള ആ പിടി ഉണ്ടല്ലോ കൈ വയ്ക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഒരുപാട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട മോഡൽസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ഉണ്ടാണ് നമ്മൾ ഇതൊക്കെ പണി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഫോണിലൊക്കെ റീൽസ് ഇടുന്ന പോലെ തന്നെ അതേ ഒരു രൂപത്തിലായി കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരത് ചെയ്ത് തന്നപ്പോഴാണല്ലോ ഭയങ്കര സന്തോഷമായി തോന്നുന്നത്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ ഒരുപാട് ആളുകൾ നമ്മൾ വീടിൻ്റെ ഒക്കെ ഓരോ വർക്ക് നടക്കുമ്പോൾ ഓരോ ആൾക്കാരും മുമ്പ് വീഡിയോസ് ചെയ്തതൊക്കെ നമ്മൾ പോയി കാണും. അതേപോലെ ഇനി വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവരെന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് ആ ഒരു രൂപങ്ങളൊക്കെ നമ്മളും പോയി കാണും. എന്നിട്ട് അതേപോലെ ഒരു ചെറിയൊരു അത്ര തന്നെ ചെയ്തില്ലെങ്കിലും അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ വീട്ടിൽ ചെയ്യാനൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലേ. അതേപോലെ ബേസിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. റെഡിമെയ്ഡ് എടുക്കണോ അതോ ഇങ്ങനെ ചെയ്യിക്കണമെന്ന്. അപ്പോൾ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിക്കാരെ കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഷോക്കേസിൻ്റെ വീഡിയോ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഷോക്കേസിൻ്റെ പണി കംപ്ലീറ്റ് ആക്കി തന്നപ്പോൾ അതിൻ്റെ പെയിൻറ്റും ലൈറ്റും കൂടി വന്നപ്പോൾ കൂടുതൽ ഭംഗിയായിട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. നമ്മുടെ വീടിന് 2 ബെഡ്റൂമുള്ളൂ കേട്ടോ. ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ വരുന്നത്. ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, എല്ലാം ഒരുമിച്ച് തന്നെയാണ്. ഹോളിൽ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകാനൊന്നുമില്ല. എല്ലാം ഹോളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഡോറുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കട്ടിൽ നമുക്കൊരു ഗിഫ്റ്റാണ്. ഞാൻ ഒരാളെയും പേരെടുത്ത് പറയൂല, ഓരോ സംഭവങ്ങളും നമുക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഒരാൾ തന്നില്ലെങ്കിൽ തരാത്തവർക്ക് അതൊരു വിഷമമാവണ്ടല്ലോ. അപ്പോൾ തന്നവർക്ക് അതിന് പേരെടുത്ത് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നില്ല. എല്ലാവരെയും നമുക്ക് പ്രിയപ്പെട്ടതാണ്, എല്ലാവരും നമുക്ക് വേണ്ടതാണ്. നമുക്ക് ബാത്റൂമാണ് കേട്ടത്. നമ്മളെ വീടിന് ആകെ ഒറ്റ ബാത്റൂമേ ഉള്ളൂ, അത് ഹോളിലാണ്. ബെഡ്റൂമിലൊന്നും അറ്റാച്ച് ബാത്റൂം നമ്മൾ കൊടുത്തില്ല. അത് നമ്മൾ കിച്ചണിലെത്തുമ്പോൾ പറഞ്ഞുതരാം. ബെഡ്റൂമിൽ ബാത്റൂം കൊടുത്തില്ല. ഇതേപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരിട്ട് കാണണം കേട്ടോ നമ്മുടെ ബാത്റൂം. ഇതും ഹോളിൽ നിന്ന് നേരിട്ട് നമ്മുടെ സെക്കൻഡ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കാണാം. ഇതിലും നമുക്ക് അലമാറ അത് നമുക്കൊരു ആൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ചുമരിലുള്ള ആ ഒരു പെയിൻറ്റ് അതൊക്കെ ലാസ്റ്റ് വെച്ചിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത്രത്തോളം വീട് ഭംഗിയായിട്ട് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ വീടിൻ്റെ പകുതി പണി നടക്കുന്ന സമയത്ത് വരെ മതി വർക്ക് നടന്നത് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി താമസിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലുള്ള ആളായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒറ്റ നിർബന്ധ പ്രകാരം വീടിൻ്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാക്കിയിട്ടാണ് എന്നെ ഈ വീട്ടിൽ താമസം മാറ്റിയത് കേട്ടോ. അത് ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴോ നിർത്തേണ്ടി വന്നതാണ്
ബാക്കി ജോലികളൊക്കെ വീട്ടിൽ കയറിയതിന് ശേഷം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയപ്പോഴാണ് മനസ്സിലായത് ഇത് തന്നെയാണ് ഇതിൻ്റെ വൃത്തിയെന്ന് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ കാണുന്നതാണ് നമ്മൾ വിശാലമായ ഒരു കിച്ചൺ. ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കിച്ചൺ ഹൗസ് വാമിന് വന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കിച്ചണിൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അതങ്ങനെ ഉണ്ടാവുമല്ലോ, സ്ത്രീകൾക്ക് പറഞ്ഞാൽ കിച്ചണും നമ്മൾ ഭയങ്കര കണക്റ്റായൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരെ കണ്ട് ഫോക്കസ് ചെയ്യൽ എങ്ങനെയായാലും മെയിനായിട്ട് കിച്ചണിൽ തന്നെ ആയിരിക്കും. ഈ ഒരു ഏരിയ കേട്ടോ, സിങ്കിൻ്റെ അവർ ചെറിയ കട്ടിങ് കൊടുത്ത് സിങ്ക് ഇറക്കി വെച്ച ഒരു ഏരിയ. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഇത് നല്ലതായി, ഇതിങ്ങനെ ചെയ്യിപ്പിച്ച് നല്ലതായിട്ടാ, മറ്റേത് വെള്ളം ഇങ്ങോട്ട് എടുക്കില്ല, ഡ്രസ്സൊക്കെ വെള്ളമാവില്ല, പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് വരാനൊക്കെ ഇതിങ്ങനെ ചെയ്ത് നന്നായി എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ അഭിപ്രായം പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. കാരണം നമ്മൾ പണിയെടുപ്പിച്ചല്ല, നമ്മളിത് വേറെ വീഡിയോസ് കണ്ടിട്ടാണ് ഇതേ മോഡലാക്കിയെന്നുള്ളത് ഞങ്ങളവരോട് പറഞ്ഞില്ല. കാരണം അവർ നമ്മളൊന്ന് പുകയിട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ താന്നു കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാട്ടോ. പിന്നെ കബോർഡ് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ട്, അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടവരുണ്ട്. ഓരോ വർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വീടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം എനിക്ക് മനസ്സിലായത് വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ട് കയറിയത് തന്നെ നല്ലതാണ് എന്നുള്ളത്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റോർ റൂം. അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ബെഡ്റൂമായി ഞാൻ കാണിച്ചു തന്നത്. ആ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നത്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് ഡോറ് കൊടുത്തിട്ട് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിച്ചിട്ട്. അതാണ് സ്റ്റോർ റൂമൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ. എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് എന്തായാലും സ്റ്റോർ റൂം അത്യാവശ്യമാണ്. പിന്നെ ഫ്രിഡ്ജ് നമുക്ക് ഗിഫ്റ്റാണ്. അതുപോലെ ഒരു വാഷിംഗ് മെഷീന്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമുണ്ടെന്ന് അറിയാം. പക്ഷേ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അൽഹംദുലില്ലാ നല്ല. കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ കാണുന്നത് നമ്മുടെ ബാക്ക് സൈഡിലുള്ള മുറ്റാണ്. അവിടെ നമുക്ക് വടക്കേരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു അടുപ്പ് ഞാൻ തൽക്കാലം നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് നമ്മൾ ഗ്യാസിലാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ചെറിയൊരു അലക്കുകല്ലും വീടിൻ്റെ സൈഡിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും എൻ്റെ വീട്ടിൽ നിന്നാണ്. അതിനിപ്പോൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്മക്ക് ഇതൊരു വിഷമമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഓരോരുത്തർ തന്ന ഗിഫ്റ്റ് മാത്രം പറഞ്ഞു. ഞാൻ തന്നൊന്നും പറഞ്ഞില്ല, എനിക്ക് തോന്നിയെങ്കിലോ നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്. എന്തായാലും ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഗിഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.